ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഞണ്ട് ഫ്രൈ ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. നമുക്കിന്നൊരു ഞണ്ട് ഫ്രൈ ആക്കിയാലോ? അപ്പോൾ ആദ്യം നമുക്ക് ഈ ഞണ്ട് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഞണ്ട് ഫ്രൈ ആക്കാൻ ഞണ്ടൊക്കെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ കുരുമുളക് ഇട്ടിട്ടുള്ള ഞണ്ട് ഫ്രൈ ആയത് നമ്മുടെ കേട്ടോ. വറുത്തരച്ചിട്ടും കറി വെക്കും, ഇങ്ങനെ എന്താ പറയുക, കുരുമുളക് ഇട്ടിട്ടും വെക്കും. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ: മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി, പിന്നെ തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, പിന്നെ കുരുമുളകും പെരുംജീരകവും നമുക്ക് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞണ്ട് വെക്കാൻ വേണ്ടി ഞാൻ ചട്ടിയുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞണ്ടിന് ചെറിയൊരു പേടിയാണ് കേട്ടോ. ഇതിൻ്റെ മുമ്പേ ഒരു ദിവസം കായൽ ഞണ്ട് കൊണ്ടുവന്നിന്, അതിന് ജീവൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനത് നന്നാക്കുമ്പോൾ തന്നെ ഇറുക്കി. പക്ഷേ ഇത് നമ്മളെ കടൽ ഞണ്ട് കേട്ടോ. ഞണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി നല്ല രസമുണ്ട്. ചെറിയ ഉള്ളി ഇല്ല, അപ്പം നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞണ്ടിൽ പിന്നെ പുളിയൊന്നും നമ്മൾ ചെയ്യൂല കേട്ടോ. അപ്പം ഉള്ളി നല്ലോണം വഴറ്റി കൊടുക്കാം. ഉള്ളി വഴറ്റിയിട്ട് ഇതിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ചുവപ്പ് കളറൊന്നും വേണ്ട കേട്ടോ, ഒന്ന് വാടി വരണം. തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൽ 2 പച്ചമുളക് ആയിന് കേട്ടോ. പച്ചമുളകിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചെടുത്ത് കൊടുക്കാം. നല്ലോണം പിന്നെ വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം എണ്ണയിലൊന്ന് ഇതാക്കി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മളെ ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ട് കാല്, ഞണ്ടിൻ്റെ വലിയ കാലെടുക്കും കേട്ടോ. നമുക്ക് നല്ലവണ്ണം ഞാൻ ഞണ്ടിൽ ഉപ്പിട്ടിട്ടുണ്ട്. നോക്കിയിട്ട് നമുക്ക് കറിയിൽ ഉപ്പിടാം. നല്ലവണ്ണം വഴറ്റി നല്ലോണം വഴറ്റി കൊടുക്കുക. ഇതിലിട്ടൊന്ന് ആവട്ടെ. മസാല കിടന്നിട്ടൊന്ന് ചെറുങ്ങനായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഞണ്ട് കറി നല്ലപോലെ പതുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ആയിട്ട് നമുക്ക് കുരുമുളകും പെരുംജീരകവും ഇട്ട് കൊടുക്കാം. നല്ലോണം പറ്റി ആയി വരട്ടെ. അപ്പോൾ ഞണ്ടിലേക്ക് നമുക്ക് കുരുമുളകും പെരുംജീരകവും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞണ്ട് നല്ല ടേസ്റ്റാണ് കുരുമുളക്. വറ്റി കുറച്ചും കൂടി വെള്ളം അതും കൂടി വറ്റിയിട്ട് നമുക്ക് ഇറക്കിയെടുത്ത് കുരുമുളക് കിടന്നിട്ടൊന്ന് കുറുകണം. വേണ്ട, ഇവിടെ നമുക്ക് നമ്മളെ ഉരുളക്കിഴങ്ങ് അറിയാവുന്നുണ്ട്. എൻ്റെ ഞണ്ട് കറി വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം കുരുമുളക് കടന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് ഞണ്ട് കറി വെച്ചാൽ.
കുരുമുളക് ഇട്ടിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. ഇത് നല്ലമായി നമുക്കിത് അരച്ച് വെക്കാം. നമുക്കിത് വറുത്തരച്ചിട്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല ഇതാണ്. നമുക്കിത് വാങ്ങി വെക്കാം. എൻ്റെ ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഞണ്ട് വെച്ചാൽ കുരുമുളക് ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ആക്കി വെക്കണം ഞണ്ട് കിട്ടുമ്പോൾ.